ജന്മാദ്യസ്യേതുന്നയാതിതരതച്ചാർത്തേഷ്ടവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രീമദ് ഭാഗവതത്തിൽ മാഹാത്മ്യത്തിൽ 2 അധ്യായമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എല്ലാ തരത്തിലുള്ള കലി ദോഷങ്ങളും ഇല്ലാണ്ടാക്കാൻ ഭാഗവതത്തിന് കഴിയും എന്നും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വൃന്ദാവനത്തിൽ ക്ഷീണിച്ച് കിടക്കുമ്പോൾ നാരദ മഹർഷിയെ കണ്ടു. ഭാഗവത എന്താണ് ഞങ്ങളെ ഉയർത്താൻ ശക്തി നൽകാൻ മാർഗം എന്ന് ചോദിച്ചു. നാരദന് അത് മനസ്സിലായില്ല. എന്ത് ചെയ്യണം? ഗീത, വേദാന്തം മുതലായിട്ടതൊക്കെ ശ്രമിച്ചു. അതുകൊണ്ട് പരാജയപ്പെട്ടു. സനകാദികളെ കണ്ടു. ആ സനകാദികൾ ശ്രീമദ് ഭാഗവതം കേൾപ്പിക്കാൻ പറയുകയാണ്. ആ സനകാദികൾ ഇത് പറഞ്ഞു കൊടുത്തത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി അവരെ നമസ്കരിച്ചു. സജ്ജന സംഘം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഭാഗ്യോദയേന ബഹുജന്മതമാർജിതേന, എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടാണ് സനകാദി മനുഷ്യന്മാരെ നിങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചത്. ഏഷാം ഭ്രൂഭംഗമാത്രേണ ഇന്നലെ പറഞ്ഞു. നിങ്ങളൊന്ന് നെറ്റിച്ചുളിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും വൈകുണ്ഠത്തിലത്തെ കാവൽക്കാരാണ്, ആരെങ്കിലും അല്ല. അവർ കീഴ്പ്പെട്ട് പതിച്ച ആൾക്കാരാണ് നിങ്ങൾ, പതിപ്പിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പം അത്രമാത്രം തപശക്തിയില്ല നിങ്ങളെ കണ്ട തന്നെ ഭാഗ്യം. ഭാഗവതത്തിൻ്റെ ആ ഒരു ഉപദേശം അതാണ് വേണ്ടത് എന്ന് പറഞ്ഞത് വളരെ ഉപകാരം. കാരണം എന്ത് സൽക്കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്? ആകാശവാണി അങ്ങനെയാണ് കേട്ടത്. അത് നിങ്ങളാണ് അപ്പോൾ എനിക്ക് തീർത്ത് തന്നത്. എനിക്കറിയാമായിരുന്നു, പക്ഷെ ഓർമ്മ വരണ്ടേ, സമയത്ത് ഓർമ്മയും കൂടി വരണം. അറിഞ്ഞിട്ട് കാര്യമില്ല. ആ വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതിപ്പോൾ നിങ്ങളാണ് എന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞു. ആ ബദരിയിൽ ശ്രീമദ് ഭാഗവതം നടത്തുകയാണ്. അപ്പോൾ എവിടെ ശ്രീമദ് ഭാഗവതം ഉണ്ടോ അവിടെ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവും. ഇത് ആലങ്കാരികമായിട്ട് ഈ ജ്ഞാന വൈരാഗ്യങ്ങളും ഭക്തിയും കൂടി ക്ഷീണിച്ച് കിടക്കുകയാണ് വൃന്ദാവനത്തിൽ. അവർ അവിടേക്ക് വന്നു എന്നാണ് കഥയിൽ പറയണത്. എവിടെ ഉണ്ടെങ്കിലും അവിടെ വരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കും ജ്ഞാനവൈരാഗ്യങ്ങളില്ലെങ്കിലും ഭാഗവതം കേൾക്കുകയും നടത്തുകയും ചെയ്താൽ അവിടെ ജ്ഞാനവൈരാഗ്യങ്ങൾ തന്നെ ഉണ്ടാവും. പരിശ്രമിക്കൊന്നും വേണ്ട എന്നാണ് പറയണത്. ആ ഒരു തത്വത്തെ കാണിക്കാൻ ജ്ഞാനവൈരാഗ്യങ്ങൾ വളരെ ചെറുപ്പമായി ഭാഗവതാണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ 19-20 വയസ്സുള്ള തരുണി ആയിട്ട് ഈ ഭക്തി മാറി. പുത്രന്മാർ, മക്കൾ ആണുങ്ങളെ പുത്രന്മാരാണ്. അവരിതേപോലെ 20-22 വയസ്സുള്ള എന്തിനും ഏതിനും മാറി ചൊറുക്കുള്ള ചെറുപ്പക്കാരായിട്ട് മാറി. അപ്പം ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് ഭക്തി പുഷ്ടി പ്രാപിച്ചു. ഭക്തി പുഷ്ടി പ്രാപിച്ചപ്പോഴോ ജ്ഞാനവൈരാഗ്യങ്ങളും പുഷ്ടി പ്രാപിച്ചു. ഇതുവരേക്കുള്ള കഥയാണ് ഈ അധ്യായത്തിൽ ഇനി പറയണത്. നാരദൻ സപ്താഹം നടത്തുന്നതും ഭൃഗു, വസിഷ്ഠൻ, ശവനൻ, ഗൗതമൻ മുതലായ മഹർഷിമാരൊക്കെ അവിടെ വരുന്നതും. പിന്നെ ആജന്മ മാത്രമപി ഏന ഷടേന കിഞ്ചിൽ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം. ഈ ലോകത്തിൽ ഭാഗവതം കേൾക്കാതെ ഇവിടുന്ന് മരിച്ചു പോയാൽ അവൻ്റെ ജന്മമൊക്കെ വളരെ നീചമാണ്. ജീവച്ഛവോ നിഗതിത എന്നൊരു ശ്ലോകമുണ്ട്. അവൻ ജീവിച്ചിരിക്കെങ്കിലും ശവത്തിന് തുല്യം. അത്രയും വലിയൊരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ ഇവിടുന്നാണ് പോയി എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ എന്താ പറയേണ്ടത് അറിയോ? അമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജീവൻ എന്നല്ലാണ്ട് അവനെ കൊണ്ട് അതാണ് ജനി ദുഃഖഭാജ എന്ന് പറഞ്ഞത്. അവനെക്കൊണ്ട് ഒരു ഗുണവും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോണില്ല ഭാഗവതം കേൾക്കാത്തിടത്തോളം കാലം. അങ്ങനെ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന് നാമം ജപിച്ചുകൊണ്ട് ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരെ ചുറുചുറുക്കോട് കൂടിയിട്ട് നാമമുള്ളടത്ത് ഭക്തി ഉണ്ടാവും, ഭക്തിയിലോടത്ത് നാമം ഉണ്ടാവും. അങ്ങനെയാണ് അധ്യായം അവസാനിക്കുന്നത്. ഇനി നോക്കാം. നാരദ ഉവാച. ജ്ഞാനയജ്ഞം നടത്തുകയാണ്. ഭാഗവതമാണ് ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കുറവ്. കർമ്മയജ്ഞം ജ്ഞാനയജ്ഞങ്ങളുടെ വ്യത്യാസം അതാണ്. കർമ്മയജ്ഞത്തിന് അനവധി നിയമം, ശുദ്ധാശുദ്ധം, തെറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ തോന്നി പോലെ ആവാന്ന് അർത്ഥമില്ല കേട്ടോ, അതില്ല. എങ്കിലും കഠിനമായ നിയമങ്ങൾ കുറവാണ്, അത്രയേ ഉള്ളൂ. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്ര കഥോജ്വലം ഭക്തിജ്ഞാന വിരാഗാണാം
താപനാർത്ഥം പ്രയത്നത കുത്രകാര്യോ മയാ യജ്ഞ സ്ഥലം തദ്ദാച്യതാമിഹ മഹിമാ ശുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈ ദിവസേ ശ്രാവ്യ ശ്രീമദ്ഭാഗവതീ കഥാ കോപിതി തത്ര കർത്തവ്യോ മമേദം മൃവദാമിതാ കുമാരാവൂജു ശൃണു നാരദവക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാരസമീപേതു തടം ആനന്ദനാമകം. ആനന്ദതടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതിന് ഏറ്റവും യോജിച്ചത്. ഗംഗാദ്വാരത്തിൽ ബദരിയിൽ അവിടെ ഒരു വൈരം പരസ്പരം ജീവികൾക്ക് പോലും ഇല്ല എന്നാണ്. അങ്ങനത്തെ സ്ഥലമാണ്. നാനാ ഋഷിഗണേർജുഷ്ടം, അനവധി ഋഷിമാരവിടെ ഉണ്ടാവും. നാനാ ഋഷിഗണേർജുഷ്ടം ദേവസിദ്ധ നിഷേവിതം നാനാ തരുലതാകീർണം നവകോമളവാലുകം രമ്യമേകാന്തദേശസ്ഥം ഹേമപത്മസ്തു സൗരഭം യമീഭർത്തജീവാനാം വൈരം ചേതസി ന സ്ഥിതം ജ്ഞാനയജ്ഞർത്തയാ തത്ര കർത്തവ്യോ കപ്രയത്നത അപൂർവരസരൂപ ച കഥാ തത്ര ഭവിഷ്യതി പുരസ്തം നിർബലം ചൈവ ജരാജീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തി തത്രാഗമിഷ്യതി യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്തദിഗംബജേൽ കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. മൂന്നാൾ അവിടെ ഉണ്ടാവും. അതാണ് തത്രികം. മൂന്നാളാര ഭക്തി ജ്ഞാനം വരെ. ഈ മൂന്നാൾ എത്ര ഭാഗവതോ വാർത്ത, എവിടെ ഭാഗവതമുണ്ടോ അവിടെ ഉണ്ടാവും. സൂതവാച ഏവ മുക്ത കുമാരാർത്തേ നാരദേന സമന്തത ഗംഗാതടം സമാജഗ്മു കഥാപാനായ സത്വരാ യഥായാഥാർത്തടം തേതുത്തതാ കോലാകലോപ്യഭൂലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തദേവ ജ ശ്രീഭാഗവത പീയൂഷപാനായ രസലംബടാ യാവന്തോപ്യായു സർവേ പ്രഥമം ഏജ വൈഷ്ണവാ. മഹർഷിമാരുടെ പേരാണ്. ഭൃഗുർവസിഷ്ഠച്ച വനച്ച ഗൗതമോ മേധാതി ദേവലദേവരാതൗ രാമസ്തഥാ ഗാതിസുദർശാകലോ മൃഗണ്ഡുപുത്ര പുത്ര അത്രിജ പിപ്പലാദ. മാർക്കണ്ഡേയനാണ് മൃഗണ്ഡുപുത്രൻ. പിപ്പലാദൻ മുതലായിട്ടുള്ളവരൊക്കെ അവിടെയുണ്ട്. യോഗീശ്വരോ വ്യാസപരാശരോ ച ഛായാചുഗോജാജലി ജന്നുമുഖ്യ സർവേപ്യമീ മുനിഗണ സഹപുത്ര ശിഷ്യ സ്വസ്ത്രീഭിരായയുരതിപ്രണയേന യുക്ത വേദാന്താനി ച വേദാച്ച മന്ത്രാത്രസ്ത സമൂർത്തയാ ദശസപ്തപുരാണാനി ഷട്ശാസ്ത്രാണി തഥായു ഗംഗാദ്യാസരിതത്ത പുഷ്കരാദിതരാംസി ച ക്ഷേത്രാണി ച ദിശസർവ ദണ്ഡകാദിവനാനി ച നഗാദയോ യേയുസ്തത്ര ദേവഗന്ധർവദാനവ ഗുരുവ തത്ര നായാതാ മൃഗുസംബോധ്യ ചാനയത് ദീക്ഷിതാ നാരദേനാഥ ദത്ത മാസരം ഉത്തമം കുമാരാമന്ദിതാ സർവേർവിഷേ നിഷേധോ കൃഷ്ണതത്പരാ വൈഷ്ണവാച്ച വിരക്താച്ചന്യാസിനോ ബ്രഹ്മചാരിണ മുഖഭാഗേ സ്ഥിതാത്തെ ച തദഗ്രേ നാരദസ്ഥിത ഏകഭാഗേ ഋഷിഗണ തദന്യത്ര ദിവോകസ വേദോപനിഷദോ അന്യത്ര തീർത്ഥന്യത്ര സ്ത്രീയോ അന്യഥ ജയശബ്ദോ നമശ്ചബ്ദ ശംഖശബ്ദ തദേവ ച ചൂർണലാജ പ്രസൂനാനാം നിക്ഷേപസ്സുമകാനഭൂത് വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായക കൽപ്പവൃക്ഷപ്രസൂനെ താൻ ദർവാൻ തത്ര സമാകിരൻ സൂത ഉവാച ഏവം തേഷകിചിത്തേഷു ശ്രീമദ്ഭാഗവതത്തജ മഹാത്മ്യമൂചരേത്പട്ടം നാരദായ മഹാത്മനെ അതതേ കുമാരാവൂജു അതതേ വർണ്യതേത്മാഭിർമഹിമാ ശുഖശാസ്ത്രജ യസ്യ ശ്രവണമാത്രേണ മുക്തിക്കരതലേ സ്ഥിത തദാ സേവ്യാ ശ്രീമദ്ഭാഗവതീ കഥാ യസ്യ ശ്രവണമാത്രേണ ഹരിചിത്തം സമാശ്രയേൻ ഗ്രന്ഥോട്ടാരസസാകർത്തൃ ദർശസ്കന്ധസംഹിത പരീക്ഷിച്ചുഗസംവാദ ശൃണു ഭാഗവതം ജതൽ. ഗ്രന്ഥോ അട്ടാദശസഹസ്രോ എന്ന് പറഞ്ഞാൽ 18,000 ശ്ലോകങ്ങൾ. അഷ്ടാദശം 18 സഹസ്രം 1000. 18,000 ശ്ലോകങ്ങളും 12 സ്കന്ധ സംഹിത 12 സ്കന്ധങ്ങളും. ഗ്രന്ഥത്തിനെ കുറിച്ച് അറിയണം ആദ്യം. ഏറ്റവും വേണ്ടത് എന്തൊക്കെയാണ് അതിലുള്ളത്. ഗീത 18 അധ്യായം, ഭാഗവതോ 12 സ്കന്ധം, 18,000 ശ്ലോകങ്ങൾ, 335 അധ്യായങ്ങൾ. ആദ്യം അറിയേണ്ടത് അതിൻ്റെ ഘടന. അതാണ് പരീക്ഷിച്ചു. ആരൊക്കെ പറഞ്ഞു കൊടുക്കണം. പരീക്ഷിച്ച് ശുഗനാണ് പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കണം. പരീക്ഷിച്ചുഗ സംവാദ ശൃണു ഭാഗവതം ചതൽ
താവത് സംസാരചക്രേസ്മിൻ ഭ്രമതേ അജ്ഞാനത പുമാഞ്ജവൽക്കർണഗദാനാതിസുഖശാസ്ത്രഗദാക്ഷണം കിം സുധീർബഹുഭിശാസ്ത്രേ പുരാണേ ച ഭ്രമാവഹേകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. കുറേ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. പഠിക്കണത് ശരിക്കും പഠിച്ചാൽ മതി. അതിനേറ്റവും നല്ലത് ഏതാണ്? ഭാഗവതമാണ്. കുറേ കാര്യം ഭ്രമാപ്പടെ പറയാൻ എന്തുകൊണ്ട് കാര്യം? ഭ്രമം ഉണ്ടാവും. കാരണം ഇതിൽ പറയുന്നത് ചിലപ്പോൾ വിരുദ്ധമായിട്ട് അതിലങ്ങനെയല്ലോ പറഞ്ഞിരിക്കണം. അപ്പോൾ ഏതാ ശരി? ഒന്ന് നോക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഭ്രമം ഉണ്ടാക്കുന്ന, സംശയം കൂട്ടുന്ന കുറേ ഗ്രന്ഥങ്ങൾ അഭ്യസിക്കേണ്ട. എളുപ്പമായിട്ടുള്ള കാര്യം നമുക്ക് കഥാഭാഗവതസ്യാപി നിത്യം ഭഗവതി നിത്യം ഭവതി യദ്ഗൃഹേ തഗൃഹം തീർത്ഥരൂപം കിവസതാം പാപനാശനം. ഭാഗവത ഒരിക്കലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വീട് തന്നെയാണ് ഏറ്റവും വലിയ തീർത്ഥം. എന്തിനാ ഗംഗയും ബദരിയും കാശിയും പിന്നെ അന്വേഷിച്ച് പോകണം? ഞാനൊരളവുകോല് വെച്ചിട്ടുണ്ട്. ഒരാൾ ഭാഗവതം ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ കുറേ ഉയർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പോക്ക് ആദ്യം നിർത്തണം. കുറേ കാശ് ചിലവാക്കി കുറേ ദിവസം കഷ്ടപ്പെട്ട് ഗംഗ പോയി, അവിടെ പോയി, ഇവിടെ പോയി, ബദരി പോയി, കാശി പോയി പോകണം. അത് പോണത് നല്ല തന്നെ. ഏതുവരെ അവിടെ ചോദ്യം ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ഭാഗവതം ഉൾക്കൊള്ളുന്ന വരെ ഇത് വേണ്ടൂ. അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഭ്രമമുണ്ടോ ഭാഗവതം ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പറയാം. ഒരാൾക്ക് എവിടെയും പോകണം എന്ന് തോന്നണില്ല, ഭാഗവതമായിട്ട് അങ്ങനെ ഇരിക്കാൻ സുഖം തോന്നുന്നുണ്ട്, ഇതിന് കിട്ടണതേ വേറെ എവിടെയുള്ളൂ, അതുറച്ചാൽ അയാൾ ഭാഗവതം ഉൾക്കൊണ്ടു എന്നർത്ഥം. ഉൾക്കൊണ്ടിട്ട് വേണം. അല്ലാണ്ട് ഈ പോക്ക് അവിടെ പറയപ്പോൾ തന്നെ പറയണ്ടേ, തൃകൻ തീർത്ഥം അതന്നെയാണ് തീർത്ഥം, അതന്നെയാണ് തീർത്ഥം, അത് തന്നെയാണ് വേറെ ഗ്രന്ഥങ്ങളും. എന്തിനേ അഭ്യാസത്തിന് പോകണം? അശ്വമേധകത്രാണി വാജപേശദാനിശ സുഖശാസ്ത്രകഥായാച്ച കലാന്നാർഗതിഷോടശീം താവൽ പാപാനി ദേഹേത്മിന്നിവസന്തി തപോധന. അതുവരെ മാത്രമേ പാപങ്ങൾ ശരീരത്തിലുണ്ടൂ. ഏതുവരെ? യാവന്ന ശൂയതേ സമ്യ ശ്രീമദ് ഭാഗവതം നരീ. ശ്രീമദ് ഭാഗവതം കേൾക്കണവരേക്കേ പാപമുള്ളൂ. പിന്നെ എന്തിനാ തീർത്ഥസ്നാനം? ഇതിൽ കുളിച്ചാൽ മതി. ഭാഗവതമാകുന്നതിൽ കുളിക്കുക. ന ഗംഗ ന ഗയ, ഇതാ പറയുന്നത് പ്രത്യേകം പറയുന്നത്, ന ഗംഗ ന ഗയ കാശി പുഷ്കരൻ ന പ്രയാഗം. ഞാൻ പറയണതല്ല, ശുഖശാസ്ത്ര കഥായാച്ച ബലേന സമതാം നയേൻ. ഈ കഥ കേൾക്കുന്നിടത്തോളം ഒന്നും വരില്ല. ഗംഗാസ്നാനവും ഗയയും കാശിയും പുഷ്കരവും തീർത്ഥയാത്രക്കാർ കേട്ടാൽ സമ്മതിക്കില്ല, പക്ഷെ ഭാഗവതക്കാർ സമ്മതിക്കും. ഒന്നും ആവശ്യമില്ല. ന ഗംഗ എന്നെ പറഞ്ഞിരിക്കുന്നു, ന ഗയ കാശി പുഷ്കരം ന പ്രയാഗം ശുഖശാസ്ത്ര കഥായാച്ച ബലേന സമത. ഇതിൻ്റെ ഒപ്പം ഒന്നും വരില്ല കേട്ടോ എന്ന് പറയാം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോ ഭവം പടസ്വ സമുഖേ നേവേദിശതി പരാംഗതിം. ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ എന്ന് ഭാഗവത ശ്ലോകം ചെല്ലിയാൽ മതി ഇത്രേ. അതിപ്പോൾ ബ്രാഹ്മണർക്കേ പാടൂ, അമ്പൂരാർക്കേ പാടും, പൂണൂലിട്ടവർക്കേ പാടൂ. സുഖമഹർഷിക്ക് പൂണൂലുണ്ടോ? ഇല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഇതാ പറഞ്ഞിരിക്കുന്നു, സ്വമുഖേനേവ. ചിലർ വാദിക്കും ബ്രാഹ്മണർ പറയുക മറ്റുള്ളവർ കേൾക്കുക, ബ്രാഹ്മണർ വായിക്കുക മറ്റുള്ളവർ കേൾക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും വായിക്കാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ അത് പറയാൻ പറ്റുക? എവിടെ പറയുന്നു? സ്വമുഖേനേവ, നിങ്ങൾ സ്വന്തം വായിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഭാഗവതം ലൈസൻസ് തന്നിട്ടുണ്ട്. പടസ്വസ്വമുഖേനേവ, കേൾക്കല്ല, നിങ്ങൾ വായിച്ചോളൂ, ഒരു ദോഷവും. പടസ്വസ്വമുഖേനേവ യതീച്ഛസി പരാംഗതി. നിങ്ങൾക്ക് മുക്തി വേണോ? നിങ്ങൾ വായിക്കൂ. വേദാതിവേദമാതാ പൗരുഷം സൂക്തമേവ ച ത്രൈഭാഗവതം ചേവ ദ്വാദശാക്ഷരേവ ച ദ്വാദശാത്മാ പ്രയാഗച്ച കാലസംവത്സരാത്മക ബ്രാഹ്മണാ ചാഗ്നിഹോത്രം ച സുരദ്ഭിർദ്വാദശീ തഥാ തുളസീ ച വസന്തശ്ച പുരുഷോത്തമേവ ച ഏതേഷാം തത്തത പ്രാജ്ഞേ ന പൃഥക് ഭാവയിഷ്യതേ. ഭാഗവത അടക്കം 16 കാര്യം, ഭാഗവതം ഇല്ലാതെ 15 കാര്യം. അതടക്കം 16. ഭാഗവതം ഒഴിച്ചു നിർത്തിയ ബാക്കി 15 കാര്യം ഈ ഭാഗവതത്തിൻ്റെ ഒപ്പമല്ല. അതൊന്നും അറിയണം. അതാണ് ഞാൻ അതൊക്കെ പറയണത്. സമയം നോക്കിയിട്ട് കാര്യമില്ല. ഏതൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്? ഭാഗവതം അല്ലാത്ത തുളസി വലിയ പുണ്യമായിട്ടാണോ പറയണത്? എന്നാൽ ഭാഗവതത്തിൻ്റെ ഒപ്പം വരില്ല. ഭാഗവതത്തിലൊക്കെ ഇതൊന്നും ആവശ്യമില്ല. വസന്തപ്പോൾ പിന്നെ വസന്ത ഋതുവിൽ ചെയ്യേണ്ട ചില തൽക്കർമ്മം, അതാണ് ഇവിടെ വസന്തം എന്ന് ഉദ്ദേശിച്ചത്. വെറും വസന്തകാലം അതിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ഈ പ്രയാഗത്തിൽ പോയിട്ട്
കോടി ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് മുങ്ങണ ഏർപ്പാടുണ്ടല്ലോ. അതൊക്കെയാണ് ഇവിടെ വസന്തശ്ച പുരുഷോത്തമേവച പുരുഷ സൂക്തം മഹാശക്തിയുള്ള മന്ത്രമാണ്. അതും ഭാഗവതത്തിന് ഒരു മിനിറ്റ് ഒരു ഡിഗ്രി കുറവാന്ന് പറയണം ഇവിടെ. പുരുഷോത്തമേവച ഏതേഷാം തത്തത പ്രാജ്ഞേ ന പൃഥക് ഭാവയിഷ്യതേ യഥച്ച ഭാഗവത്. അതുകൊണ്ട് അത്രയും 12 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതൊന്നും ദ്വാദശാക്ഷരി മന്ത്രമായിട്ടുള്ള ഒന്നമോ ഭഗവതേ വാസുദേവായ പുരുഷ സൂക്തം ഇതൊന്നും നോക്കിവെച്ചാൽ ഭാഗവതം ഉള്ളവർക്ക് ഇതൊന്നും വേറെ വേണ്ടാന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ട് തുളസി പോഷണം അതും പിന്നാലെയും പോകുമൊന്നും വേണ്ട. അത് ഉണങ്ങിപ്പോയി, പിടിച്ചില്ല, വേണ്ട പോലെ പരിപാലിച്ചില്ല, അങ്ങനെയൊക്കെ വരും. തുളസിയുടെ സംരക്ഷണം അതിൻ്റെ ശുദ്ധിയൊക്കെ വേണ്ട പോലെ പാലിച്ചില്ലെങ്കിൽ ദോഷമായിട്ടാണ് വരിക. ഇതിനങ്ങനൊരു ദോഷേ ഇല്ല. ദേശാന്തത്തത പ്രാജ്ഞേ അറിവുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത്, വല്ലവരും അല്ല. പ്രാജ്ഞേർ പൃഥക് ഭാവൈഷ്യതേശ്ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേനാത്ര സംശയ. കോടി ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപം നശിക്കുന്നു. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാം പഠയത് ഭാഗവതം ശയാ നിത്യം പുണ്യം അവാപ്നോതി രാജസൂയാശ്വമേധയോ. രാജസൂയം അശ്വമേധം മുതലായിട്ടുള്ള എൻ്റെ ബല കിട്ടുക. ഉക്തം ഭാഗവതൻ നിത്യംഗതൻ ജാഗരിചിന്തനം തുളസീ പോഷണം ചെയ്വതേനൂനാം സേവനം തമേൽ അന്ധകാലേ തുയേനേവ ശൂയതേ ശുഖശാസ്ത്രവാക് പ്രീത്യാ തസ്സേവ വൈകുണ്ഠം ഗോവിന്ദോപി പ്രശ്യതി ഹേമസിംഹയുധം ചെയ്ത് വൈഷ്ണവായ ദദാതി ചാം കൃഷ്ണേന സഹസായുജ്യം സ പുമാൻ ലഭതേ ധ്രുവാം. സ്വർണ്ണ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഭാഗവതം വേണ്ടവർക്ക് ദാനം ചെയ്യുക, വേണ്ടാത്തവർക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ടിടുന്നവർക്കല്ല, ആവശ്യമുള്ളവർക്കൊരു പുസ്തകം ദാനം ചെയ്താൽ അതിനോളം വലിയ ദാനം ഈ ലോകത്തിലില്ല എന്നാണ് പറയണം. ഇനി അത് ചെയ്യാത്തവരുടെ കഷ്ടാവസ്ഥ എടുത്ത ശ്ലോകം. ആ ജന്മമാത്രം അഭിയേന ഷടേന കിഞ്ചിൽ ചിത്തം വിധായ ശുഖശാസ്ത്രകഥാന പീത ചാണ്ടാളവച്ചക്കരവത്പരതേന നീതം മിഥ്യാ സ്വജന്മ ജനനീ ജനിദുഃഖഭാജ. ആ അമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടാക്കി എന്നല്ലാണ്ട് ഭാഗവതം ഉൾക്കൊള്ളാത്തവരെ കൊണ്ട് ഈ ലോകത്തിൽ ഒരു ഗുണവും അവൻ്റെ ജന്മം കൊണ്ടില്ല. ജീവച്ഛവോ, അർത്ഥം പറയേണ്ട ആവശ്യമില്ല, ജീവച്ഛവോ നിഗതിതസ്തത് പാപകർമ്മ ഏനസ്വിതം സുഖകഥാവചനം ച കിഞ്ചിത് ദിക്തം നരം പശുസമം. അവൻ്റെ ജന്മം മൃഗതുല്യമാണ്, ദിക്കാണ് വ്യർത്ഥം. ദിക്തം നരം പശുസമം ഭുവി ഭാരരൂപമേവം വദന്തി ദിവിദേവ സമാജമുഖ്യ ഉള്ളഭേവക്കഥാലോകേ ശ്രീമദ് ഭാഗവതോദ്ഭവ കോടിജന്മസമുത്ഥേന പുണ്യേനേവ ദുലഭ്യതേ തേന യോഗനിധേധീമൻ ശ്രോതവ്യാസാ പ്രയത്നതാ ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. നിയമം വളരെ കുറവാണ്. നിയമോ നാസ്തി എന്ന് പറഞ്ഞാൽ നിയമമില്ല. 7 ദിവസം കൊണ്ട് കഴിയാണ്ടിരുന്ന കുറച്ചധികം ദിവസമായാലും ഒരു ദോഷമില്ല. പകൽ വായിച്ചൂടെ വായിക്കാം, രാത്രി വായിച്ചൂടെ വായിക്കാം, വീട്ടിൽ വായിച്ചൂടെ വായിക്കാം. ദിനാനാം നിയമോ നാസ്തി. അങ്ങനെ ഒരു നിയമവും പറഞ്ഞിട്ടില്ല. എവിടെ വേണമെങ്കിലും ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഒരധ്യായം വായിച്ചാൽ മതി, അത്രയും സമയമുള്ളൂ, ഒരധ്യായം വായിക്കുക. അവിടെ നിർത്താൻ പാടുമോ, ഇവിടെ നിർത്തിയ ദോഷമുണ്ടോ, ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സൗകര്യം പോലെ ആവാം. സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശവണം മതം. എന്നാൽ സത്യം വേണം, ബ്രഹ്മചര്യം വേണം, ഈശ്വരനിൽ മനസ്സ് വയ്ക്കുക. അതാണ് ബ്രഹ്മചര്യം. മനസ്സ് ഈശ്വരങ്കലാവണം. അങ്ങനെ കേൾക്കണം, അല്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശവണം മതം അശക്തിയത്വാത് കലോബോധ്യോ വിശേഷോത്ര സുഖാജ്ഞയാം മനോവൃത്തിജേച്ചേവ നിയമാചരണം തഥാ ദീക്ഷ തീർത്ഥാം കർത്തും അശക്യത്വാത് സപ്താഹശ്രവണം മതം എന്ന് കൂട്ടവാക്കാണ് കേട്ടോ. കർത്തും ചെയ്യുവാനായിക്കൊണ്ട് എന്നുള്ളതിനെ കർത്തും അശക്യത്വാത്, അശക്യം കാരണം അശക്യത്വാത് സപ്താഹശ്രവണം മതം. അശക്യത്വാത് സപ്താഹ ശ്രവണം മതം. ശ്രദ്ധാശ്രവണേ നിത്യം മാഗേ താവത് ബലം തത്ബലം ശുഖദേവേന സപ്താഹശ്രവണേ കൃതം മനതച്ചാജയാത് രോഗാൻ പുംസാം ജൈവായുഷക്ഷയാത് കലേ ദോഷ ബഹുത്വാച്ഛ സപ്താഹശ്രവണം മതം. യത് ബലം നാസ്തി തപസാന യോഗേന സമാധിന അനായാസേന തത്സർവം സപ്താഹശ്രവണേ ലഭേത്. തപസ് കൊണ്ടും യോഗം കൊണ്ടും സമാധി കൊണ്ടും കിട്ടാത്ത ബലം ഭാഗവതം കൊണ്ട് സപ്താഹശ്രവണേ ലഭേൻ, സപ്താഹശ്രവണേ കൊണ്ട് കിട്ടും.
യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി പ്രദാൽ തപസോ ഗർജതി പ്രോച്ചേ തീർത്ഥാൻ നിത്യം കിഗർജതി യോഗാൽ ഗർജതി സപ്താഹോ ധ്യാനാ ജ്ഞാനാച്ച ഗർജതി കിം ഭ്രൂമോ ഗർജനന്ദസ്യ രേ ഗർജതി ഗർജതി. സിംഹം ഗർജിക്കുന്ന ഗാംഭീര്യമുണ്ട് ഭാഗവത ശ്ലോകം കൊണ്ട്. പാപങ്ങളെയും അവിടെ ഉള്ളതായിട്ടുള്ള സർവ്വ അശുഭങ്ങളെയും അമങ്ങളെയും ഓടിക്കും ഭാഗവതം എന്ന് പറയുകയാണ്. അവിടെ നന്മയില്ലാണ്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല. ശൗനകൗവാചാചര്യമേതത്കഥിതംഗതാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശേയസേ ഭാഗവതം പുരാണം ജാതങ്കുതോ യോഗവിദാദിസൂചകം സൂതൗവാച യഥാ കൃഷ്ണോദരാം ദത്വാ സ്വപദം ഗന്ധുമുദ്യതാ ഏകാദശം പരിശുദ്ധ്യാ ബുദ്ധവോ വാക്യമബ്രവീൻ. എന്താണ് ഈ ഭാഗവതത്തിനുള്ള ഒരു പ്രത്യേകത എന്നാണെങ്കിൽ അത് പറയുകയാണ്. ഭഗവാൻ അവതാര ലീലകളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോണ സമയത്ത് ഉദ്ധവൻ എന്തെങ്കിലും ഒന്ന് ഇവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അങ്ങയുടെ ഓർമ്മയ്ക്ക്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തൊരു തന്നെ വിടേണ്ടി വെച്ചു. തൻ്റെ ശക്തി മുഴുവൻ ഒരു പുസ്തകമായിട്ടാണ് മാറ്റി. അതാണ് ഭാഗവതം. പിന്നെ അതിന് മഹത്വം ഇല്ലാണ്ടിരിക്കുമോ? അതാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി പറയാൻ കാരണം. ഭഗവാൻ തൻ്റെ ശക്തി മുഴുവനെ ഒരു കൂട്ടി വെച്ചൊരു സംഗതിയാണ് ഭാഗവതം. അങ്ങനെ ഭാഗവതം ഉണ്ടായി. ഉദ്ധവ ഉവാച ആ ചോദ്യോത്തര പറയണ ത്വന്തുയാസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ചാമച്ചിത്തേ മഹതി ചിന്താത്താം ശുദ്ധാതുഗമാവഹ ആഗതോയം കലി ഗോരോ ഭവിഷ്യന്തി പുനഃകല. കലിയാണ് വരണത്. അങ്ങ് പോയാൽ ഇവിടെ മൊത്തം അന്ധകാരമാവില്ലേ ഭഗവാനെ? എന്തെങ്കിലും ഒന്ന് വെളിച്ചത്തിന് സ്ഥാപിച്ചിട്ട് പൊക്കൂടേയും ചോദിക്കുകയാണ്. തത്സംഗേനേവ സന്തോപി ഗമിഷ്യന്തുഗ്രതാം യഥാ തഥാ ഭാരവതി ഭൂമിർ ഗോരൂപേയംക്രമാശയൽ അന്യോനദൃശ്യതേ ത്രാത തത്തക്കമലലോചനാം അത്തസത്സുദയാം കൃത്വാ ഭക്തവത്സലമാ വ്രജ ഭക്താർത്ഥം ദഗുണോ ജാതോ നിരാകാരോപി ചിന്മയാ തദ്വിയോഗേന തേ ഭക്താ കഥം താസ്യന്തി ഭൂതലേ നിർഗുണോ വാസനേ കട്ടമത കിഞ്ചിത് വിചാരയ ഇത്യുദ്ധവചുദ്ധ പ്രഭാസേ ചിന്തയത്തരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. എന്താ അപ്പം ചെയ്യേണ്ടത് എന്ന് ആലോചിക്കും. വിധേയം മയേതി ച, ഞാൻ ഇപ്പം എന്താ വേണ്ട. സ്വകീയേ യത് ഭവേത്തേജ തച്ച ഭാഗവതേ ദധാർ തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ഭാഗവതം ഉദ്ധൻ്റെ കൊടുത്തുതാ, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ശക്തി ഇവിടെ ഉണ്ടാവാനുള്ള ഗ്രന്ഥം വസ്തുവാണ് ഉദ്ധവ ഇത്. അപ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് ഭാഗവതം കിട്ടിയ ഭാഗ്യവാനാ ഉദ്ധവൻ. നല്ലൊരു ഗുരുനാഥൻ്റെ കൈകൊണ്ട് ഭാഗവതം കിട്ടിയാൽ തന്നെ അയാൾ എവിടെ എത്തി? അപ്പോൾ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായാലോ, അത് ഉദ്ധവന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ലോകത്തിൽ വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഭഗവാൻ തന്നെ ഭാഗവതം കൊടുത്തു ഉദ്ധവന്. തേനേയം വാങ്മയീ മൂർത്തി പ്രത്യക്ഷ വർത്തതേ ഹരേ സേവനാൻ ചവണാൻ പാടാൻ ദർശനാൻ പാപനാശിനി. വായിക്കുക, കേൾക്കുക, കാണുക. പുസ്തകം കയ്യിലെടുത്തിട്ട് ഒന്ന് മാറോട് ചേർത്താൽ മതി. എൻ്റെ ഭാഗവതല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് അതാണ് സ്പർശനം. അതുണ്ടായാൽ മതി. ഒരു സ്പർശനം ചെയ്യുക, തൊട്ട് തലയിൽ വയ്ക്കുക. അതങ്ങനെയാവാമല്ലോ, തൊട്ട് തലയിൽ വയ്ക്കുക. അത് മതി ഇത്രേ ഭാഗവതത്തിൻ്റെ ശക്തി അവനിൽ ആവേശിക്കാൻ. ഗോസേവന ശ്രവണാൻ പാടാൻ. സേവനം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഭാഗവതം നടക്കണേന് തൻ്റെ വകയായിട്ട് ഒത്താശകൾ ചെയ്ത് കൊടുത്താലും പന്തലിടുകയെ അന്നദാനത്തിന് സഹകരിക്കുകയെ ലൈറ്റ് ആൻഡ് സൗണ്ട് കൊടുക്കുന്ന ആൾക്കും അതിൻ്റെ പുണ്യം ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് എല്ലാവരും കേൾക്കണത്. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്താലും സേവനാൻ ശ്രവണാൻ കേൾക്കുക, പാടാൻ, പഠിക്കുക, വായിക്കുക. ദർശനാൻ പാപനാശിനി. സപ്താഹശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം സാധനാനി തിരകൃത്യ കലോധർമ്മ്യോപ്യമീരിത. ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപപ്രക്ഷാളനായ ച. ദുഃഖമാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, മറ്റ് പാപങ്ങൾ, നമ്മുടെ നിർഭാഗ്യങ്ങൾ എല്ലാം ഇതുകൊണ്ടാണ് പോവുകയാണ്. കാമക്രോധ ജയാർത്ഥം ഹി കലോ ധർമ്മോയമീരിത അന്യത വൈഷ്ണവീമായ ദേവൈരഭിസ്തുതസ്തജ കഥം ത്യാജ്യ ഭവേൻ പുംഭി സപ്താഹോത്ര പ്രകീർത്തിത. അങ്ങനെ സപ്താഹമാണ് നടന്നു, നാരദൻ നടത്തിയതാണ്. സൂതൗവാച ഏവന്നഗാകശ്രവണോ ഒരു ധർമ്മേ
പ്രകാശമാനേർഷിഭിസ്വഭായാം ആശ്ചര്യമേകം സമഭൂത്തദാനീം തദുച്യതേ സംശുണശൗനകത്വം ഭക്തിസ്തുതോതോ തരുണോ ഗൃഹീത പ്രേമേകരൂപാ തകസാ വിരാസി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുകുർവദന്തീഷ്ണ ഹരേ നാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഭക്തി ചെറുപ്പമായിട്ട് നൃത്തം ചെയ്തു. അവരുടെ ക്ഷീണവും പോയി, വിഷമവും ദുഃഖവും അവരുടെ ജരാനര ബാധിച്ച അവസ്ഥയുണ്ടല്ലോ ഒക്കെ അങ്ങോട്ട് പോയി എന്ന് പറയണം. താൻ ജാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദദുസ്തദസ്യ കഥം പ്രവിട്ട കഥമാഗതേയം മത്തേ മുനീനാമരി തർക്കയന്ത ഊജുക്കുമാര വചനം തദാനീം കഥാർത്ഥതോ നിഷ്പതിതാധുനേയം ഏവങ്കിര സസുത നിശമ്യ സനക്കുമാരം നിജഗാതനമ്രാ ഭക്തിരുവാച പവദ്ഭിരദേവകൃതനിഭൃട്ട കലിപ്രണട്ടാപി കഥാരസേന. ഭക്തി നന്ദി പറയുക. ചെറുപ്പാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഏതെങ്കിലും ഒരു മരുന്നുകൊണ്ട് കേട്ടിട്ടുണ്ടോ നമ്മൾ ചെറുപ്പാക്കാൻ പറ്റുന്നു? ഈ മരുന്ന് കഴിച്ചാൽ ചെറുപ്പാവും? ഇല്ല, അങ്ങനെ സംഗതി ഇല്ല. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിരിക്കണു. അതുകൊണ്ടാണ് നന്ദി പറയണത്. ഭവദ്ഭിര ദേവകൃതാസ്മി പുഷ്ട, ഞങ്ങൾക്ക് പുഷ്ടിയുണ്ടായി. കലിപ്രണട്ടാഭി കഥാരസേന, എന്തുകൊണ്ട്? ഭാഗവതകരം കഥ കൊണ്ട്. ക്വാഹം തുതിട്ടാം നധുനാബ്രുവന്തു ഭ്രാമാ ഇതം താം ഗിരിമൂചിരേതേ ഭക്തേഷു ഗോവിന്ദസ്വരൂപകർത്തൃ പ്രേമേക ധത്രി ഭവരോഗഹന്ത്രി സാത്വഞ്ചതിട്ടഹൃദയ സംശ്രയാ നിരന്തരം വൈഷ്ണവമാനസാനി. നീ ഭക്തി എവിടെ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ ഇനിയിപ്പോൾ എവിടെ ഇരിക്കേണ്ടത്? ഭക്തന്മാരുടെ മനസ്സിൽ നീ പോയിട്ടിരിക്കുക. ശങ്കചക്രധാത്മാദികളെ വെച്ച നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി എവിടെയൊക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നുണ്ടോ, ഭാഗവതമുണ്ടോ, അവിടെ നീ ഇരുന്നോ. തതോപി ദോഷ കലിജ ഇമേ ത്വാം തഷ്ടുന്ന ശക്ത പ്രഭവോപി ലോകേ ഏവം തദാജ്ഞാവസരേഭി ഭക്തിസ്തദാ നിഷണ്ണ ഹരിദാസചിത്തേ സകല ഭുവനമധ്യേ നിർധനാത്തേ വിധന്യ. ഇവിടെ പറയണം, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, വേറൊന്നുമില്ല, എനിക്ക് ബന്ധുക്കളില്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട കേട്ടോ എന്ന് പറയണം. സകല ഭുവനമത്തേ നിർധന. അവരുടെ കയ്യിൽ പൈസയോ ധനോ ഒന്നുമില്ലെങ്കിലും അവർ ദുഃഖിക്കേണ്ടവരല്ല. നിങ്ങൾ ദുഃഖിക്കേണ്ട. എന്തുണ്ടെങ്കിൽ ഭാഗവതം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധന്യ ദിവസതിഹൃദിശേഷം ശ്രീഹരേർ ഭക്തിരേഖ. ശ്രീഹരിയാകുന്ന ഭഗവാൻ മനസ്സിലുള്ള ഒരാളോളം സമ്പന്നൻ, 4 കാശും സ്വർണ്ണമുള്ളവരല്ല കേട്ടോ എന്ന് പറയണം. ഈ സമ്പത്തുണ്ടല്ലോ, ഇതിൻ്റെ ഒപ്പൊന്നും വരില്ല 4 സ്വർണവും നാണയങ്ങളും കാറും എസ്റ്റേറ്റും ബംഗ്ലാവും. അതൊന്നും ശ്രീമദ് ഭാഗവതത്തിന് തുല്യം വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇല്ലാത്തവർ ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ധനമുണ്ട്. എന്താ അത്? ശ്രീമദ് ഭാഗവതം. ഇത് കിട്ടില്ല, അങ്ങനെ എന്നും കാശ് കൊടുത്താലും കിട്ടുന്നതല്ല. പ്രവിശതിതേഷാം ഭക്തിസൂത്രോപനദ്ദ ഹരിരഭിനിജലോകം സർവധാതോ വിഹായ പ്രവിശതിതേഷാം ഭക്തിസൂത്രോപനദ്ദ ബ്രൂമോദ്യതേ കിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാപി തസ്യ യൽ സംശയാം നിഗതിതേ ലഭതേ സുവക്ത ശോതാപി കൃഷ്ണസമതാ അമല വന്യധർമ്മേ. ഓം ശ്രീ പത്മപുരാണേത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഭക്തി കഷ്ടനിവർത്തനം നാമ തൃതീയോധ്യായ. ഇവിടെ പറയണത് എന്തിനാണ് അധികം പറയുന്നത്? ഈ ഭാഗവതം എന്ന് പറയുന്നതായിട്ടുള്ള സമ്പത്ത് ഉണ്ടെങ്കിൽ ഈ നല്ല സുവക്ത നന്നായിട്ട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ, ആ ഉത്സാഹത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പറയാൻ പുറപ്പെട്ടാണ്ടല്ലോ, ഭക്തിയുടെ ആവേശത്തിൽ പറയാൻ ഉള്ള വക്താവും ഉണ്ട്, കേൾക്കണം എന്ന് വിചാരിച്ച ശ്രോതാക്കളും ഉണ്ട്. ശ്രോതാപി ഇത് രണ്ടും അങ്ങോട്ട് ശരിയായുണ്ടല്ലോ, അവിടെ ഒരു തരംഗം ഉണ്ടാവാനുണ്ട്. ഇത് രണ്ടും ശരിയാവണം. സുഖമായിട്ടിങ്ങനെ പറയുക, സുഖമായിട്ടിങ്ങനെ കേൾക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർന്നാൽ അതെപ്പോഴും ഉണ്ടാവലില്ല. ഒന്നെങ്കിലോ വക്താവ് ഒരുപാട് ഒരുക്കും, അല്ലെങ്കിൽ ശ്രോതാക്കൾ ഉറക്കം തൂങ്ങും. ഇത് രണ്ടും ആയാൽ ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ഫലം ഉണ്ടാവില്ല. ഇവിടെ രണ്ടും സുവക്ത ശ്രോത രണ്ടുമാണ് ശരിയായിട്ടുണ്ടല്ലോ. അവിടെ ഒരു തരംഗം ഉണ്ടാവുന്നുണ്ട്. കൃഷ്ണസമതാമലമന്യധർമ്മേ. അവിടെ കൃഷ്ണന് സമാനത്രേ വക്താവും ശ്രോതാവും. വ്യത്യാസമൊന്നുമില്ല. വക്താവും ശ്രോതാവും വ്യത്യാസമൊന്നുമില്ല. വേണ്ട പോലെ ആയാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മീതെ എന്നും കൂടി പറയാൻ പറ്റില്ല. നമ്മൾ എത്ര കാശ് ചിലവാക്കണു അല്ലേ? കല്യാണത്തിനൊക്കെ ഇപ്പോൾ 3 ദിവസമോ 4 ദിവസമൊക്കെയാണ് ഓരോ ദിക്കിൽ വേണ്ട. ആ ഒരു ബലവും ഇല്ലാത്ത പാട്ടും ചാട്ടവും എന്തിനാ? അത് ആലോചിച്ച് നോക്കൂ.
പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ 3-4 ദിവസം. പക്ഷേ അത് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് ഒരു വിലയില്ലാത്ത പാട്ടുകളും ഡാൻസുകളും ടി വി കാണിക്കലും ഇല്ലേ, കല്യാണ മണ്ഡപത്തിൽ തന്നെ ടി വിയിൽ ഡിസ്പ്ലേ കാണിക്കലും, ഇതൊക്കെ എന്ത് കാര്യം അതുകൊണ്ടുള്ളത്? അത്തരം വിശേഷ പിറന്നാൾ എത്രയോ ആൾക്കാർ പിറന്നാളിന് ഭാഗവതം നടത്തുന്നുണ്ട്. ഇത്ര നല്ല കാര്യം ആലോചിച്ച് നോക്കൂ. ആ വരുന്നവർക്കൊക്കെ അടുത്ത ജന്മത്തേക്കും കൂടി ഗുണമാണ്, മരിച്ചുപോയ തലമുറയ്ക്കും കൂടി ഗുണമാണ്, വരാൻ പോണ തലമുറയ്ക്ക് ഗുണമാണ്. ഇതല്ലേ നടത്തേണ്ടത്? ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവാക്കിയിട്ട് പാർട്ടി നടത്തി എന്ത് കാര്യം? ചില പാർട്ടിക്ക് കോഴിക്കാലും കൈയും കാലും ഉണ്ടാവുകയും ചെയ്യും, എന്ത് കാര്യം? ഭാഗവതം നടത്തൂ, ഇതല്ലേ നടത്തേണ്ടത് എന്ന് നമുക്കൊരു പാഠമാണ്. നാരദ മഹർഷിയാണ് നടത്തി, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണർന്നു. അതായത് നമുക്ക് 30 മിനിറ്റ് ആയതുകൊണ്ട് ഈ അധ്യായത്തോടു കൂടി ഇന്നത്തെ ഭാഗം നിർത്താം. നാളെ ഈ 2 അധ്യായം കൊണ്ട് ഒരു കഥയെ പറയണം, 2 അധ്യായം. അതുകൊണ്ട് അത് നമുക്ക് അടുത്ത ദിവസമാവാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.